ഹലോ, ഞാൻ തക്കാളിക്കും പച്ചമുളകിനും സ്ഥിരം ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. അത് ചെയ്ത് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഒരാഴ്ച ആയതേ ഉള്ളൂ ഞാനത് ചെയ്ത്. അതിൽ നല്ല നിറയെ പൂക്കളുണ്ടാവുന്നു. അതുപോലെ പച്ചമുളകിനും ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. പൂക്കളുണ്ടായി തുടങ്ങി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിക്ക് അങ്ങനെ ചെയ്താൽ കൂടുതൽ വേരുണ്ടായി കൂടുതൽ കായ്ഫലങ്ങളുണ്ടാകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം കൂടുതൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേര് കാണും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് തക്കാളിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ വെച്ച് തക്കാളി തൈ വെച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം പതിയെ ഒന്ന് ചരിച്ചു കൊടുക്കുക. അതിൻ്റെ ഹെൽത്തിയായ തൈ ആയിരിക്കണം. പതിയെ ഒന്ന് ചരിച്ചിട്ട് നമുക്ക് അടുത്തിരിക്കുന്ന മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഈർപ്പം നിലനിർത്തി കൊടുക്കുക. ഓവറാവാത്ത രീതിയിൽ ഈർപ്പം നിലനിർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ വേര് പടരാൻ തക്കാളിക്കുണ്ടാകും. അപ്പോൾ കൂടുതൽ കായ്ഫലങ്ങളുണ്ടാകും. പച്ചമുളക് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പൂക്കാറാകുന്നതിന് മുമ്പായിട്ട് ഹെൽത്തിയായ ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ മണ്ട നുള്ളിക്കൊടുക്കുക. നുള്ളിക്കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ അതിന് കൂടുതൽ ശിഖരങ്ങളുണ്ടാകും. അതിലെല്ലാം നിറയെ പൂക്കളുണ്ടാകും. പൂക്കളുണ്ടായ പിന്നീട് ശിഖരങ്ങളിലെല്ലാം പൂക്കൾ ധാരാളം ഉണ്ടാകും. തക്കാളിക്ക് കൂടുതൽ കായ്ഫലങ്ങളുണ്ടാകും. ഇത് സ്ഥിരം ഞാൻ ചെയ്യുന്നതാണ്. കൂടുതൽ കായ്ഫലങ്ങൾ കിട്ടാനും ഇങ്ങനെ കൂടുതൽ കാലം നിലനിൽക്കാനും ചെടികൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി എൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ നല്ല നല്ല ടിപ്സുകൾ ഇടുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.